ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 1ാമത്തെ പാഠം അദ്ദർസുൽ അവ്വലു ഷത്റുൽ ഈമാൻ. 1ാമത്തെ പാഠം ഷത്റുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതി, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് പാഠം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, ശുദ്ധീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല പറഞ്ഞു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തൊഹൂറു ഷത്റുൽ ഈമാൻ. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. വീട്, പരിസരം, ശരീരം, വസ്ത്രം എല്ലാം ശുദ്ധിയുള്ളതാവണം. അശുദ്ധിയിൽ നജസിൽ നിന്നും ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. കുട്ടികളെ, 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. അതിൽ 1ാമത്തെയാണ് ചെറുതും വലുതും അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തൽ. 2 നജസിൽ നിന്ന് ശുദ്ധി വരുത്തൽ നിസ്കാരത്തിൻ്റെ 2ാമത്തെ ഷർത്താണ്. ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. ഇനി നമുക്ക് ബാക്കി നോക്കാം. അശുദ്ധി 2 വിധമുണ്ട്, ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. വുളു ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവും, കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവും. വുളുവിന് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളുമുണ്ട്. ഷർത്തുകളും ഫർളുകളും പൂർണ്ണമായെങ്കിലേ വുളു സ്വഹീഹാവുകയുള്ളൂ. സുന്നത്തുകൾ പാലിച്ചെങ്കിലേ വുളു പൂർണ്ണമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾ പൂർണ്ണമായി വുളു ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പാഠത്തിൽ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് നജസിൽ നിന്നും ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അതുപോലെ തന്നെ 2 അശുദ്ധികളിൽ നിന്നും ശുദ്ധി വരുത്തൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയുമാണ് 2 അശുദ്ധികൾ. ഷർത്തുകളും ഫർളുകളും പൂർണ്ണമായെങ്കിലേ വുളു സ്വഹീഹാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ സുന്നത്തുകൾ പാലിച്ചെങ്കിലേ വുളു പൂർണ്ണമാവുകയുള്ളൂ. പൂർണ്ണമായി വുളു ചെയ്ത ഒരാളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ. നമുക്ക് ഈ കോളം നോക്കാം. അത്തൊഹൂറു ഷത്റുൽ ഈമാൻ. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1 നസ്ലു അൽ മുത്തഹിരീൻ. അതിൻ്റെ അടിയിൽ ഷത്റുൻ അൽ ഈമാൻ അത്തൊഹൂറു യുഹിബ്ബു. ഇതിൻ്റെ അർത്ഥമാണ് ഈ സൈഡിൽ തന്നിരിക്കുന്നത്. ശുചിത്വം സത്യവിശ്വാസി പകുതി ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയുള്ളവർ. അൽ മുത്തഹിരീൻ അതിൻ്റെ അടുത്ത് ശുദ്ധിയുള്ളവർ അതെഴുതുക, അതാണ് അതിൻ്റെ അർത്ഥം. ഷത്റുൻ പകുതി, അൽ ഈമാൻ സത്യവിശ്വാസി, അത്തൊഹൂറു ശുചിത്വം, യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു. നുജിബു 1 ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടും? അതിൻ്റെ ഉത്തരം ശുദ്ധിയുള്ളവരെ അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. 2 എവിടെയെല്ലാം ശുദ്ധി വേണം? അതിൻ്റെ ഉത്തരം വീട്, പരിസരം, ശരീരം, വസ്ത്രം എല്ലാം ശുദ്ധിയുള്ളതാവണം. 3 അശുദ്ധി എത്ര വിധമുണ്ട്? അവ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം അശുദ്ധി 2 വിധം, ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി. 4ാമത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണമായി വുളു ചെയ്താലുള്ള നേട്ടമെന്ത്? അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. 5ാമത്തെ ക്വസ്റ്റ്യൻ, വുളു സ്വഹീഹാവാൻ എന്തെല്ലാം പൂർണ്ണമായി ചെയ്യണം? സ്വഹീഹാവാൻ
അതിൻ്റെ ആൻസർ ഷർത്തുകളും ഫർളുകളും. അതിൻ്റെ ആൻസർ ഷർത്തുകളും ഫർളുകളും. മൂന്നാമത്തെ നുഹവ്വിലു നസ്വ ഇലൽ ഹിവാരി ബൈന ഇസ്മായിൽ വൽ മുഹ്സിൻ. ഇസ്മായിലും മുഹ്സിനും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാൻ. നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഒരു മാതൃക ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, അത് വായിക്കാം. ഇസ്മായിൽ അസ്സലാമു അലൈക്കും. മുഹ്സിൻ വലൈക്കും അസ്സലാം. ഇസ്മായിൽ പറയാണ് നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാം. മുഹ്സിൻ ആദ്യം വുളു എടുക്കാം. ഇസ്മായിൽ വുളു സ്വഹീഹാവാൻ എന്തെല്ലാം പാലിക്കണം? മുഹ്സിൻ ഷർത്തുകളും ഫർളുകളും. ഇസ്മായിൽ വുളു പൂർണ്ണമാവാൻ എന്ത് പാലിക്കണം? മുഹ്സിൻ സുന്നത്തുകൾ പാലിക്കണം. ഇസ്മായിൽ ഇനി നമുക്ക് നിസ്കരിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഈ പാഠത്തിൽ ബന്ധപ്പെടുത്തിയിട്ട് ഒരു സംഭാഷണം ഉണ്ടാക്കുക. ഒരു പ്രോഗ്രാം മദ്രസയിൽ സംഘടിപ്പിക്കുന്നതിനെ പറ്റിയാണിത്. ദുആ ഉസ്താദ് എന്ന് എഴുതാം. അവിടെ നമുക്ക് ഇഷ്ടമുള്ളവരുടെ പേരെഴുതാം. പ്രോഗ്രാമിൽ ഓരോന്നും പറയുന്നത് ഓരോരുത്തരെയും പേരെഴുതാം. സ്വാഗതം മുഹമ്മദ് എന്ന് എഴുതാം. അധ്യക്ഷത അബ്ദുള്ള. ഉദ്ഘാടനം അബൂബക്കർ. പ്രസംഗം അനസ്. ആദിൽ. മദ്ഹ് ഗാനങ്ങൾ ഷെരീഫ് ഷമീർ. നന്ദി ഫാരിസ്. നമുക്കിങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിൽ ഓരോരുത്തരും പേരെഴുതാം. ഇത് ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ സ്വാഗതം, അധ്യക്ഷത അങ്ങനെ ഓരോന്നും ചെയ്യണ ഓരോരുത്തരും പേരാണ് ഇതിലെഴുതേണ്ടത്. 3ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ.